ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ചിലർക്ക് ഈ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിക്കുകയും ഈ ചൊവ്വയിലേക്ക് പേഴ്സിവറൻസ് എന്ന റോവർ അയക്കുകയൊക്കെ ചെയ്ത ഇക്കാലത്ത് ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്ന ഒരു മണ്ടത്തരമല്ലേ? അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രമായ സൂര്യനെയും മനുഷ്യൻ പലവട്ടം കാലുകുത്തിയ ചന്ദ്രനെയൊക്കെ ദൈവമായി കാണുന്നതും പൂജിക്കുന്നതും ചന്ദ്രപൂജയൊക്കെ നടത്തുന്നതൊക്കെ തികച്ചും അന്ധവിശ്വാസമല്ലേ? വിശ്വാസങ്ങൾ പലപ്പോഴും അന്ധമാവുന്നത് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ പെരുമാറുമ്പോഴാണ്. ജ്യോതിഷത്തിൽ ഈ പറഞ്ഞ പോലെ സാധ്യതകളെ പറ്റിയാണ് ജ്യോതിഷം എപ്പോഴും സംസാരിക്കുന്നത്. കാരണം ജ്യോതിഷം സാധ്യതകൾ എങ്ങനെയാണ് പഠിച്ചത് എന്നുള്ളത് ഒരു വലിയ കാലഘട്ടത്തോളം അനവധി ആളുകളുടെ ജീവിതക്രമങ്ങളും അവരിലുണ്ടായ വ്യത്യാസങ്ങളും കൃത്യമായിട്ട് പഠനം നടത്തി ഓരോ സാഹചര്യത്തിലും ഏതെല്ലാം തരത്തിൽ ഒരേ സ്വഭാവത്തിൽ ഒരേ ദിവസങ്ങളിൽ ജനിച്ചവരുടെ സ്വഭാവം ഏത് തരത്തിൽ മാറും എന്നുള്ളതിൻ്റെ ഒരു സാധ്യതാ പഠനമാണ് ശരിക്കും ജ്യോതിഷത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു തുടക്കമുണ്ടാവണം. സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ് ഭാരതത്തിലെ ശാസ്ത്രജ്ഞർ ഒരു കാലത്ത് വളരെയധികം വർഷങ്ങൾക്ക്, അതായത് സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ നിർണയിച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ സയൻസ് എത്ര, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സയൻസ് എത്ര വലുതായിരുന്നു എന്ന് ചിന്തിക്കണം. അന്ന് ചിന്തിച്ചപ്പോൾ ഇവർ കണക്കാക്കിയത് സൗരയൂഥത്തിനെ വച്ചിട്ടാണ് ഇതിൻ്റെ മാറ്റങ്ങൾ. കാരണം ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട് 600-700 വർഷങ്ങളിലധികമായിട്ടില്ല എങ്കിൽ ആ കാലഘട്ടത്തിൽ ഭൂമി ഉരുണ്ടതാണ്, സൂര്യനൊരു ഗ്രഹമാണ്, അതിന് ചുറ്റും നവഗ്രഹങ്ങളുണ്ട്, 9 ഗ്രഹങ്ങളുണ്ട്. അതിനുശേഷമാണ് പ്ലൂട്ടോ കണ്ടുപിടിച്ചിട്ട് പ്ലൂട്ടോ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. നവഗ്രഹങ്ങൾ ഇന്നതാണ് എന്ന് അക്കാലത്ത് കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നു. അതിൽ നക്ഷത്രങ്ങളെ, കാരണം 28 അല്ലെങ്കിൽ 27 നക്ഷത്രങ്ങളുടെ പേരിൽ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങളെ വച്ച് ഓരോ നക്ഷത്രങ്ങളുടെ പേരുകൾ, കാരണം സൗരയൂഥത്തിലുള്ള നിരവധി പ്രകാശവർഷം അകലെ ദൂരമുള്ള നക്ഷത്രങ്ങളെ അന്നവർ കണ്ടുപിടിച്ചിരുന്നു. ആ നക്ഷത്രങ്ങളുടെ പേര് ഓരോ നാളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന തീയതികൾക്ക് കൊടുത്ത് അതിനെ 13 ഖണ്ഡങ്ങളായി തിരിച്ച് ഇന്ന നാളിൽ ജനിച്ചവർക്ക്, അശ്വതി എന്നുള്ളത് ഒരു പേര് മാത്രമാണ്, ഒരു നക്ഷത്രത്തിൻ്റെ പേര് ആ ഒരു പർട്ടിക്കുലർ ഡേക്ക് കൊടുത്തതാണ്. ആ നാളിൽ ജനിച്ചവരുടെ അടുത്ത മാസം, അതിൻ്റെ പിന്നെ അടുത്ത മാസം, ഇങ്ങനെയുള്ളതിൻ്റെ വ്യത്യാസങ്ങളെല്ലാം അന്ന് പ്രാഥമികമായിട്ടുള്ള പഠനം നടത്തി ഒരു സാധ്യതകൾ, ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഈ ജനനത്തിൻ്റെ സമയം തൊട്ട് ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ദിവസം തൊട്ട് സ്വാഭാവികമായിട്ടുമായി ഈ സൗരയൂഥത്തിൻ്റെ ഭ്രമണപഥത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഒരു ഗ്രഹവും മറ്റു ഗ്രഹവും തമ്മിലുള്ള അകല വ്യത്യാസം, ഇതിൽ വരുന്ന ഭൂമിയിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോ വരുന്ന അല്ലെങ്കിൽ സൗരയൂഥത്തിലോ വരുന്ന വ്യത്യാസങ്ങളെല്ലാം അവർ അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ പഠനം നടത്തി എന്നറിയില്ല. പക്ഷേ വളരെ വ്യക്തമായി പഠിച്ച് അത് മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്തു. ആ വ്യത്യാസത്തിന് അധിഷ്ഠിതമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതക്രമത്തിന് 60 വർഷം തൊട്ട് 100 വർഷം വരെയുള്ള അല്ലെങ്കിൽ ഒരു ജീവിത കാലഘട്ടത്തിൽ അതിനെ പല ഘട്ടങ്ങളായി തിരിച്ച് അതിന് ഓരോ ഗ്രഹങ്ങളുടെ പേരിൽ സമയക്രമം നിശ്ചയിച്ചു. ഈ പറഞ്ഞ പോലെ ശനിദശ, വ്യാഴദശ, അങ്ങനെ ഓരോ തരത്തിലും ശുക്രദശ, ഇങ്ങനെ ദശാകാലം, ഈ സമയക്രമം, ഇന്ന സമയങ്ങൾ കാരണം എന്നുള്ള സമയക്രമം നിശ്ചയിച്ചു. ആ സമയക്രമത്തിൽ സാധ്യതയുള്ള വ്യത്യാസങ്ങൾ, കാരണം ഇന്ന സമയത്ത് ജനിച്ച ഒരാൾക്ക് ഈ ഒരു സമയക്രമത്തിലേക്ക് വരുമ്പോൾ, ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ഒരു സാധ്യതാ പഠനം മാത്രം അവിടെ വ്യക്തമായിട്ട് കുറിച്ചു വെച്ചു. ഇത് വേറെ ഒരു ജാതകനുമായിട്ട് വേറൊരു വ്യക്തിയുമായിട്ട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളവരുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിൽ എന്തെല്ലാം സാധ്യതയുണ്ട് എന്നും അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇതൊരു പോസിറ്റീവ് ആവശ്യത്തിന് വേണ്ടിയാണ് ഈ സാധ്യതാ പഠനം നടത്തിയത്. ഒരു പഠനം നടത്തിയത് ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതക്രമത്തെ മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആ മനസ്സിലാക്കേണ്ട ശാസ്ത്രത്തെ ഫലപ്രവചനത്തിന് വേണ്ടിയും ബാക്കിയുള്ള ദോഷങ്ങൾ കണ്ടുപിടിക്കുന്നതിനും വേണ്ടി മാത്രമായി ശാസ്ത്രത്തെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കാലഘട്ടം വളച്ചൊടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാലഘട്ടത്തിൽ ഈ ജ്യോതിശാസ്ത്രത്തെ ഒരു ജ്യോത്സ്യം എന്നുള്ള നിലയിലേക്ക് മാറിയപ്പോൾ അവിടെ ജനത്തിനാവശ്യം, കസ്റ്റമർക്ക് ആവശ്യം വേറുന്നുണ്ട്. എൻ്റെ ബുദ്ധിമുട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയായി, എൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയായി. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തെ പിന്നെ
പ്രശ്നം വയ്ക്കുക എന്നുള്ള പേരിലേക്ക് മാറി. അതായത് അന്വേഷിക്കേണ്ടത് എന്ത് പ്രശ്നമാണുള്ളത്, എനിക്കെന്ത് പ്രശ്നമാണുള്ളത്, ഇനി എന്താണ് പ്രശ്നം വരാനുള്ളത്. സത്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല അവിടെ അന്വേഷിച്ചിരുന്നത്. എനിക്ക് ഇനിയും എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനപ്പുറം എനിക്കിനി എന്ത് പ്രശ്നം വരാനുണ്ട്, എൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി മാത്രം നോക്കി തുടങ്ങി. അത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷകാരകരെല്ലാം പ്രശ്നങ്ങളിലേക്ക് മാത്രമായി ചിന്ത, ദോഷങ്ങളിലേക്ക് മാത്രമായി ചിന്ത, ദോഷങ്ങൾ പറഞ്ഞു കൊടുക്കലായി. അപ്പോൾ ഈ ദോഷം എന്നുള്ള ചിന്തയിൽ വരുമ്പോൾ എന്താണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം? ഇത് ദോഷമാണ്, ഇത് അബദ്ധമാവുമെന്ന് പറയുമ്പോൾ ഏറ്റവും എളുപ്പം എന്താണ്? അത് ചെയ്യാതിരിക്കുക. അപ്പോൾ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല, ഇത് അപകടമാണ്, ഇത് അപകടമാണെന്ന് ഒരു വിഭാഗം പുറകിൽ നിന്ന് വിളിച്ചു പോകുമ്പോൾ മുമ്പോട്ടുള്ള മനുഷ്യൻ്റെ പ്രയാണത്തെ ശരിക്കും വലിച്ച് പുറകോട്ടാക്കുക. ഇന്ന് പല ജ്യോതിഷരും ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായി മാറിയിരിക്കുന്നു. ഈ ചൊവ്വയുടെ പേരിലൊരു ദോഷമുണ്ടാക്കുക, വ്യാഴത്തിൻ്റെ പേരിൽ ദോഷമുണ്ടാക്കുക, ശുക്രൻ്റെ പേരിലൊരു ദോഷമുണ്ടാക്കുക, ശനിയുടെ പേരിൽ ദോഷമുണ്ടാക്കുക. ഈ ദോഷങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ദോഷത്തിനപ്പുറേക്ക് ആ ദോഷത്തിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ടാവും. ഇങ്ങനെ പോയാൽ അപകടമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകണമെന്ന് പറയേണ്ട. ഇങ്ങനെ ഒരു സാധ്യത എവിടെയുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. അത് ഈശ്വര സഹായമല്ല, നിങ്ങൾ സ്വയമായിട്ട് പ്രവർത്തിക്കേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് മുമ്പോട്ട് പോകണം. ഒരു പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കണ്ടാൽ അതിനൊരു പരിഹാരമാണ് നമ്മൾ ആദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവും ഈശ്വരൻ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഈ കഴിവ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ദോഷങ്ങളായിട്ട് പറയുന്ന സാധനത്തെ മാത്രം കേൾക്കാതിരിക്കുക. ഈ ദോഷങ്ങൾ എന്നുള്ളത് ഒരിക്കലും ഒരു പെർമനൻ്റ് അല്ല, വെറും സാധ്യതകൾ മാത്രമാണ്. നമുക്കറിയാം, നമ്മൾ റോഡിൽ കൂടെ പോയാൽ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നാഷണൽ ഹൈവേയിൽ ഈ പറഞ്ഞ എത്ര ശതമാനം ആളുകൾ ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് ആകെ യാത്ര ചെയ്തിരിക്കുന്നത് 10 ലക്ഷം പേരാണ്. ഇന്ന് ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നത് 500 പേരാണ്. അപ്പോൾ നമ്മൾ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ ഇത്ര പേഴ്സൻറ്റേജ് ഉണ്ട്, അപ്പോൾ പോകുന്ന ആളുകളിൽ ഇത്ര പേര് മരിക്കും എന്നുള്ള സാധ്യത തീർച്ചയായിട്ടും അവിടെ വരും. ഈ സാധ്യതയോടെ പേടിച്ച് നമ്മൾ വീണ്ടും നാഷണൽ ഹൈവേ യാത്ര ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ? ഇത് തന്നെയാണ് പല അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ജ്യോതിശാസ്ത്രത്തെ സമീപിക്കുന്നവരെ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തെ ജീവിതത്തിലേക്ക് എടുക്കുന്നവരുടെ മാനസികാവസ്ഥയും അല്ലെങ്കിൽ ജീവിത ദുര്യോഗവും. ചൊവ്വാദോഷത്തോട് തന്നെ കണക്ട് ചെയ്തൊരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. ഈ ചന്ദ്രപൂജ, സൂര്യപൂജ, അങ്ങനെ ചന്ദ്രനെയും സൂര്യനെയൊക്കെ ദൈവമായിട്ട് കാണുന്നത് അന്ധവിശ്വാസമല്ലേ എന്നും കൂടെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായം എന്താണ്? നമ്മൾ ഒന്നിനെയും പൂജിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒന്നും തെറ്റായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് തീർച്ചയായിട്ടും ചന്ദ്രനെയും സൂര്യനെയും ചൊവ്വയെയും ഒക്കെ ഇന്ന് സൂര്യനെ പഠിക്കാൻ വേണ്ടി ഭാരതത്തിൽ നിന്ന് തന്നെ ഗ്രഹം പോയിരിക്കുന്നു. ചൊവ്വയിൽ മനുഷ്യൻ്റെ ഗ്രഹം എത്തി. ചന്ദ്രനിൽ 2 പ്രാവശ്യത്തോളം നമ്മുടെ ഉപഗ്രഹങ്ങൾ അവിടെ എത്തി. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വേറൊരാളെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വേറൊരാളെ നമുക്ക് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുകയോ അവരെ പോയി കാണാൻ ആഗ്രഹിക്കുകയോ ചെയ്യണമെങ്കിൽ അവരിൽ എന്തോ ചൈതന്യമുണ്ട്, അവരെന്തോ ഒരു സബ്ജക്റ്റാണ്, അവിടെ എന്തോ കൂടുതൽ കാര്യങ്ങളുണ്ട്, അതെനിക്കൊന്ന് പഠിക്കണം എന്ന് തോന്നൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും അവരും ഒരു ഈശ്വരനായി കാണണം. നമ്മുടെ ചുറ്റുമുള്ള ഒരു വ്യക്തിയെ, സമൂഹത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്തുകൊണ്ടാണ് ബഹുമാനിക്കുന്നത്? അവരിലൊരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. ആ പ്രത്യേകത ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ബഹുമാനവും തീർച്ചയായിട്ടും അതൊരു ആരാധനയാണ്. ഈശ്വര ആരാധന പോലെ തന്നെയുള്ള ഒരു ആരാധനയാണ്. ഈ ആരാധന ഉണ്ടാകുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരെ പഠിക്കാനും അവരുടെ ക്വാളിറ്റികൾ മനസ്സിലാക്കാനും നമുക്കൊരു ശ്രമം ഉണ്ടാവും. അപ്പോൾ ചന്ദ്രനെയും സൂര്യനെയും ചൊവ്വയെയും അല്ല ഏത് ഗ്രഹങ്ങളെയും ഈ സൗരയൂഥത്തിലെ ഓരോ കാര്യങ്ങളെയും നമ്മൾ ഈശ്വരനായിട്ട് കാണുമ്പോൾ ആ ഈശ്വരനെ മനസ്സിലാക്കാൻ, ആ ഈശ്വരൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. നേരെ തിരിച്ച് ഈ ഗ്രഹങ്ങൾ അവിടെ നിന്നോട്ടെ, അതിൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളെ നമ്മൾ കാണുന്നത് പോലെ അവരൊക്കെ ഇവരൊക്കെ എന്ന് പറയുന്നത് പോലെ നമ്മൾ മറ്റു ഗ്രഹങ്ങളെ കണ്ടാൽ അവരെ ഒരിക്കലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയുമില്ല, നമ്മളൊരിക്കലും വളരാൻ കഴിയുകയുമില്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.